ആ ഒരു ചെറിയ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഇപ്പോൾ ലോകമെമ്പാടും ഇവർ ഈ ഹാഷ്ടാഗ് ജിഹാദ് അല്ലെങ്കിൽ ഈ ഓൾ ഐസ് ഓൺ റഫ എന്നുള്ള വിഷയം പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ യൗവനക്കാർ മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ ഇവർ പ്രചരിപ്പിക്കുന്നതല്ല ശരിക്കും പറഞ്ഞാൽ സത്യം. നമ്മുടെ യൗവനക്കാർ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന, ഡേറ്റ വെച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന യൗവനക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വെബ്സൈറ്റിൻ്റെ പേര് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വെബ്സൈറ്റ് ആണ് എങ്കിലും ഞാനൊരു വെബ്സൈറ്റിൻ്റെ പേര് പറയാം. ഞാൻ ആ വെബ്സൈറ്റ് മേളിൽ പിൻ ചെയ്യാം. അതിനകത്തു നിന്ന് കുറച്ച് ഡേറ്റാസ്, ഈ കഴിഞ്ഞ ഒരാഴ്ച രണ്ടാഴ്ച നടന്ന കുറച്ച് ഡേറ്റ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വെബ്സൈറ്റിൻ്റെ പേര് ദ റിലിജൻ ഓഫ് പീസ്. ദ റിലിജൻ ഓഫ് പീസ് ഒന്നിച്ചെഴുതുക, ദ റിലിജൻ ഓഫ് പീസ് എന്ന വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ കയറിയാൽ ഓരോ ദിവസവും ജിഹാദികൾ, ഈ ജിഹാദിന്റെ പേരിൽ, അല്ലെങ്കിൽ ജിഹാദികൾ എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ പേരിലും മുഹമ്മദിന്റെ പേരിലും കൊന്നൊടുക്കപ്പെടുന്ന ആൾക്കാരുടെ കണക്കുകളും, അല്ലെങ്കിൽ എത്രയോ പേരെ അവർ ഉപദ്രവിക്കുന്നുണ്ട് അതിന്റെ കണക്കുകൾ, ഇഞ്ചുവേർഡ് ആൻഡ് കിൽഡ്, ഏത് സ്ഥലത്താണ്, ഏത് കൺട്രിയാണ്, ഏത് സിറ്റിയിലാണ് ഇത് നടക്കുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു നല്ലൊരു വെബ്സൈറ്റാണ് ദ റിലിജിയൻ ഓഫ് പീസ്. ഈ വെബ്സൈറ്റിന്റെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ജിഹാദ് റിപ്പോർട്ട്, മെയ്യുടെ റിപ്പോർട്ടാണ്. മെയ് മാസം മാത്രം, മെയ് മാസം നമ്മളിപ്പം മെയ് മാസം കഴിഞ്ഞിട്ട് ഇപ്പം ജൂൺ മാസത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ ഞാൻ മെയ് മാസത്തെ മാത്രം റിപ്പോർട്ട് വായിക്കാം. അറ്റാക്സ് നടന്നിരിക്കുന്നത് 76 അറ്റാക്സ് ആണ് ലോകമെമ്പാടും നടന്നിരിക്കുന്നത്. 76. അതിനകത്തുനിന്ന് കൊല്ലപ്പെട്ടവരുടെ കണക്ക് 383 പേരാണ് അള്ളാഹുവിന്റെ പേരിൽ, മുഹമ്മദിന്റെ പേരിൽ ഇവർ കൊന്നൊടുക്കിയത്. 383. അതിൽ പരിക്കേറ്റവരുടെ നമ്പേഴ്സ് മെയ് മാസം മാത്രം 301 പേര് അതിനകത്ത് പരിക്കേറ്റിട്ടുണ്ട്. 383 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ മറന്നു പോകരുത്, യൗവനക്കാരെ നിങ്ങൾ മറന്നു പോകരുത്. ഇത് അള്ളാഹുവിന്റെ പേരിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ട്, അതിനകത്ത് മുസ്ലിങ്ങളും ഉണ്ട് കേട്ടോ. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നവരുടെ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പം ഷിയാക്കൾ പോയി സുന്നികളുടെ മസ്ജിദിനകത്ത് ബോംബിടുകയും, സുന്നികൾ ഇങ്ങോട്ട് കയറി ഷിയാക്കളുടെ മസ്ജിദിൽ കൊണ്ടുപോയി ബോംബിടുന്നതും ആ നമ്പേഴ്സ് അവിടെ ഉണ്ട്. ഓക്കെ, ഈ സൂയിസൈഡ് അറ്റാക്സ്, ഒരു സൂയിസൈഡ് അറ്റാക്ക് ഇത് മെയ് മാസം മാത്രം നടന്നിരിക്കുന്നതാണ്. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ കൃത്യമായി ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ആ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം. ഏതാണ്ട് 21 രാജ്യങ്ങളിൽ ജിഹാദികൾ, മുസ്ലിങ്ങൾ ഈ തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 21 രാജ്യങ്ങളിൽ, ലോകത്തെമ്പാടും ഏതാണ്ട് 190-200+ രാജ്യങ്ങൾ എങ്ങാണ്ടേ ഉള്ളൂ. അതിനകത്തുനിന്ന് ഏതാണ്ട് 21 രാജ്യങ്ങളിൽ ഇവർ തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇനിയും ജൂൺ മാസം ആ ഒന്നാമത്തെ ആഴ്ച, ഈ ജൂൺ മാസത്തിലെ ഒന്നാമത്തെ ആഴ്ച മാത്രം എടുത്തു നോക്കിയാൽ നൈജീരിയയിൽ 10 പേരെയാണ് കൊന്നിരിക്കുന്നത്. 160 പേരെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അടുത്തത് നൈജീരിയയിൽ, പിന്നെയും നൈജീരിയ ആണ് ഏറ്റവും മുൻപിൽ. ഇത് നൈജീരിയയെ പറ്റി ആരും പറയത്തില്ല. ഇവർ ഭയങ്കര ഹാഷ്ടാഗാണ്, ഹാഷ്ടാഗ് ഓൾ ഐസ് ഓൺ റാഫ, ഗാസയിൽ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇരവാദ കരച്ചിലാണ്. പക്ഷേ ഒരൊറ്റ ഒരു ജിഹാദി അല്ലെങ്കിൽ ഒരൊറ്റ ഒരു മാധ്യമ പ്രവർത്തകർ നൈജീരിയയെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നൈജീരിയ ഈ ജൂൺ മാസം തുടങ്ങിയ ആ 1-ാം തീയതി 10 പേരെയാണ് കൊന്നിരിക്കുന്നത്. അടുത്തത് ജൂൺ മാസം 1-ന് തന്നെ നൈജീരിയയിൽ ടുൻബൂൺ റോഗോ എന്ന് പറയുന്ന സ്ഥലത്ത് 44 പേരെയാണ് കൊന്നിരിക്കുന്നത്. 1-ാം തീയതി മാത്രം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, 44 + 10 എത്രയായി? 54 പേരെ ഏകദേശം കൊന്നിരിക്കുന്നു 1-ാം തീയതി, ഫസ്റ്റ് ജൂണിന് മാത്രം. ഓക്കെ, മുന്നിലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കഥകൾ വളരെ അധികമാണ്. ഞാൻ സ്പെഷ്യലി പാകിസ്ഥാനി ക്രിസ്ത്യൻസിന്റെ കൂട്ടത്തിൽ വേല ചെയ്യുന്നു. അവരുടെ കൂട്ടത്തിൽ ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം. ടിക്ടോക്കിനകത്ത് ഞങ്ങൾ റെഗുലറായിട്ട് ടിക്ടോക്കിനകത്ത് പാകിസ്ഥാനി ക്രിസ്ത്യൻസിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ലൈവ് ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം. അവിടുന്ന് പീഡിപ്പിക്കപ്പെടുന്നവരുടെ കഥകൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിലുണ്ടല്ലോ, അത് വളരെ ദാരുണമാണ്.
ക്രിസ്ത്യാനികൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കഥകൾ എന്ന് പറഞ്ഞാൽ വളരെ ദാരുണം, വളരെയധികം. അവരുടെ വീടുകളിൽ കയറി അവരുടെ സ്ത്രീകളെ പീഡിപ്പിക്കുക, അവരെ അടിക്കുക, ഒന്നും പറയുന്നൊന്നുമില്ല. ഒരു 100-300 പേര് നേരെ വീട്ടിനകത്തോട്ട് കയറി വരിക, എന്നിട്ട് അവിടെയുള്ള പുരുഷന്മാരെ അടിക്കുക, ഉപദ്രവിക്കുക. ഇപ്പം നാദിർ മസീദ് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ സഹോദരൻ ഇപ്പോഴാണ് മരിച്ചത്. ഏതാണ്ട് 9 ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ട് ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. നിങ്ങൾ എവിടെയെങ്കിലും ഇത് ന്യൂസ് ചാനലിൽ കേട്ടോ? ഏതെങ്കിലും ന്യൂസ് ചാനലുകാർ പറയുന്നുണ്ടോ? ഇല്ല, പറയത്തില്ല. കാരണം അതൊന്നും അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം പൈസ കിട്ടത്തില്ല. ഇതിനൊന്നും പെട്രോൾ ഡോളർ ഒന്നും ഇറക്കാൻ ആരും പോകുന്നില്ല. അതുകൊണ്ട് പൈസ കിട്ടുന്ന പരിപാടിയല്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റി ആരും പറയുന്നില്ല. നൈജീരിയയിൽ ടുൻബൂൺ റാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് 44 പേരെ കൊന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് നിങ്ങൾ മേളിലോട്ട് നോക്കുകയാണെങ്കിൽ DRCയിൽ നോർത്ത് കിവു എന്ന് പറയുന്ന സ്ഥലത്ത് 16 പേരെ കൊന്നിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ 1-2 എന്ന് പറഞ്ഞ് പാകിസ്ഥാന് കറാച്ചി, അഫ്ഗാനിസ്ഥാന് നൈജീരിയ, അഫ്ഗാനിസ്ഥാൻ നൈജീരിയ എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ എന്താണ് ഈ മതക്കാര് സമാധാനം വാരി വിതരുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ യൗവനക്കാരെ, നിങ്ങൾ ഈ വൃത്തികെട്ട മുഹമ്മദിന്റെ ആൾക്കാർ പറയുന്ന ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അവര് പോസ്റ്റ് ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും കണ്ടിട്ട് തലച്ചോറ് കൊണ്ട് ചിന്തിക്കാതെ വെറുതെ നിങ്ങൾ അത് റീപോസ്റ്റ് ചെയ്യരുത്. സത്യം മനസ്സിലാക്കുക. എന്താണ് നടക്കുന്നത്? എന്താണ് ക്രിസ്ത്യാനികൾക്കെതിരെ ലോകമെമ്പാടും ചെയ്യപ്പെടുന്ന ജിഹാദിന്റെ പേരിൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഇവന്മാര് കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ എന്തൊക്കെയാണ്? ഇതെല്ലാം ഈ വൃത്തികെട്ട കള്ളപ്രവാചകനായ മുഹമ്മദ് പറഞ്ഞത് കൊണ്ടാണ്. മുഹമ്മദ് പറഞ്ഞ ഈ വൃത്തികേട് അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് ഞാൻ ക്രിസ്ത്യാനിയും യഹൂദിനെയും നാട് കടത്തും, ഐ വിൽ കംപ്ലീറ്റ്ലി എക്സ്റ്റർമിനേറ്റ് ദം, അവരെ കൊലപ്പെടുത്തും, അവരെ ഇല്ലായ്മയാക്കും എന്ന് മുഹമ്മദ് പറഞ്ഞത് കൊണ്ടാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഏതാണ്ട് ടോപ്പ് 5 രാജ്യങ്ങളിൽ, മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ടോപ്പ് 5 രാജ്യങ്ങളിൽ നൈജീരിയ ഇപ്പോൾ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ കണ്ടാണ് നിൽക്കുന്നത്. പിന്നെ വരുന്ന പാകിസ്ഥാൻ, ടോപ്പിൽ വരുന്നത് 3-ൽ ഇന്ത്യ, 2-ൽ എനിക്ക് തോന്നുന്നു പാകിസ്ഥാന്, 1ാം സ്ഥാനത്ത് മലേഷ്യ ആണെന്ന് എനിക്ക് തോന്നുന്നു. 230 മില്യൺ സം നമ്പേഴ്സ്. ഈ രാജ്യങ്ങൾ ഇവർ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി അയക്കുന്നതും ഫണ്ട് ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാരാണ് ഇവർ വന്നിട്ട് ഈ പാകിസ്ഥാനിലും അതുപോലെ തന്നെ നൈജീരിയയിലും കാണിച്ചു കൂട്ടുന്നത്. നൈജീരിയയിൽ നിന്ന് വരുന്ന കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലും കൊച്ചു കുഞ്ഞുങ്ങളുടെ, ക്രിസ്തീയ കുഞ്ഞുങ്ങളുടെ കയ്യും കാലും അറുത്ത് മാറ്റുന്നതായിട്ടുള്ള ആ കഥകളാണ് വരുന്നത്. നൈജീരിയയിലെ ഒരു ജൂൺ 2-ാം തീയതി മാത്രം നടന്ന ഒരു കാര്യം ഞാൻ വായിക്കാം. കിംപ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 5 പേരെയാണ് കൊന്നിരിക്കുന്നത്. 5 പേരെ. എ പാസ്റ്റർ ആൻഡ് ഹിസ് വൈഫ് ആർ എമംഗ് ദ 5 മർഡേർഡ് ബൈ മിലിറ്റന്റ് മുസ്ലിംസ്. 5 പേരെ, ഒരു പാസ്റ്ററിനെയും ആ പുള്ളിക്കാരന്റെ ഭാര്യയെയും കൊന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ആരുടെ പേരിലാണ് ഇത് നടക്കുന്നത്? അള്ളാഹുവിന്റെ പേരിൽ, മുഹമ്മദിന്റെ പേരിൽ ആണ് ഇത് ചെയ്യുന്നത്. കാരണം എന്തുവാ? കാരണം ഇവർക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു മാർഗമേ ഉള്ളൂ. ഒരു മുസൽമാന് സ്വർഗത്തിൽ പോകാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഖുറാൻ വേറെ ഒരു മാർഗവും നിർദ്ദേശിക്കുന്നില്ല. നേരിട്ട് സ്വർഗത്തിൽ പോകാനുള്ള ഖുറാനിൽ വേറെ ഒരു മാർഗമില്ല. ഇവർ സക്കാത്ത് കൊടുത്താൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല, ഇവർ ഹജ്ജ് ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല, ഇവർ 5 നേരം നിസ്കരിച്ചാൽ ഇവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിൽ കയറാൻ പറ്റത്തില്ല എന്ന്. അള്ളാഹുവിന്റെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഹൗസ്, അള്ളാഹുവിന്റെ ബ്രോത്തലിനകത്ത് കയറാൻ പറ്റത്തില്ല. അള്ളാഹു അവിടെ ഒരു പിമ്പിനെ പോലെ ഈ ഹൂറിമാരെ കൊടുക്കുന്ന ഈ സ്ഥലത്തേക്ക് ഇവർക്ക് പോകാൻ പറ്റത്തില്ല. ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഏതാണ് ആ മാർഗം? സൂറ 9-ന്റെ 111 അത് വളരെ കൃത്യമായി പറയുന്നതാണ്. സൂറ 9 അൽ തൗബ 9-ന്റെ 111 എന്താണ് വായിക്കുന്നത്? നിങ്ങളെടുത്ത് വായിച്ചോളൂ. സൂറ 9-ന്റെ 111 ഞാൻ വായിക്കാൻ വേണമെങ്കിൽ 9-ന്റെ 111 ഇങ്ങനെയാണ്: തീർച്ചയായും സത്യവിശ്വാസികളെ, ഈ പിശാചിനെ, അള്ളാഹു എന്ന പിശാചിനെ ഫോളോ ചെയ്യുന്നവരെ സത്യവിശ്വാസികൾ എന്നാണ് വിളിക്കുന്നത്. തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്നും അവർക്ക് ഇരിക്കുക എന്നതിനു പകരമായി അവരുടെ ദേഹവും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? അള്ളാഹു ഈ ജിഹാദികളുടെ ദേഹവും ധനവും വാങ്ങിച്ചിരിക്കുകയാ. എന്തിനു പകരമായി? അവർക്ക് സ്വർഗം കൊടുക്കുന്നതിന് പകരമായി.
ഇവർ ജിഹാദ് ചെയ്ത് ഇത് മറ്റുള്ളവരെ കൊല്ലാനുള്ള മെയിൻ റീസൺ ഖുറാന്റെ 9:111 തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്നും അവർക്ക് സ്വർഗം ഉണ്ടായിരിക്കുക എന്നതിനു പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. അടുത്ത ഭാഗമാണ് സൂക്ഷിച്ചു കേൾക്കേണ്ടത്. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നാൽ മാത്രമേ അവന് സ്വർഗം ഉണ്ടാകത്തുള്ളൂ. ഒന്നുകിൽ അവൻ കൊല്ലപ്പെടണം. കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിൽ നേരിട്ട് കയറാം. അല്ല, അവൻ മറ്റുള്ളവനെ കൊല്ലുകയാണ്. അവൻ ഒരു യഹൂദനെ കൊന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര പ്രതിഫലമാണ്. ഓരോ യഹൂദനെയും കൊന്നു കഴിയുമ്പോൾ ഭയങ്കര പ്രതിഫലം. അതുകൊണ്ടാണ് ഇവർ ഈ ഒക്ടോബർ 7 ഇവർ ഈ കാണിച്ചു കൂട്ടിയ ഈ വൃത്തികേടുകൾ, അവർ ഇസ്രായേലിനകത്ത് കയറി ഇവർ കുഞ്ഞു പിഞ്ച് യഹൂദ കുഞ്ഞുങ്ങളെ, ബാലന്മാരെ അല്ലെങ്കിൽ കുഞ്ഞു പെൺകുട്ടികളെ ഇവർ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തപ്പോൾ ഈ ഈ ഗാസയിലുള്ള മുസ്ലിങ്ങൾ സന്തോഷിക്കാനുള്ള കാരണം എന്തുവാ? ഇവരുടെ തന്നെ മാതാപിതാക്കളാണ് ഈ സന്തോഷിക്കുന്നത്. ഈ സന്തോഷിക്കാനുള്ള കാരണം എന്തുവാ? കാരണം എൻ്റെ മകൻ അവിടെ പോയി ഒരു യഹൂദനെ കൊന്നു കഴിയുമ്പം പ്രതിഫലം അങ്ങ് കൂടുകയാ. ഇവർക്കും അതിന്റെ പ്രതിഫലം കിട്ടും. പറഞ്ഞു മനസ്സിലായോ? ഇനി അവൻ അവിടെ കൊല്ലപ്പെടുകയാണെങ്കിൽ എന്താണ്? അവന് അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിൽ നേരെ ചെല്ലാം. പിന്നെ ഓരോ ജിഹാദിയും അല്ലെങ്കിൽ ഈ മാർട്ടിയറായ ഒരു ജിഹാദി അള്ളാഹുവിന്റെ അടുത്ത് ചെന്ന് അവന്റെ അപ്പന്റെയും അമ്മയ്ക്കും വേണ്ടി ശുപാർശ ചെയ്യും. ഹി വിൽ റിക്വസ്റ്റ് ടു അള്ളാഹ്, എൻ്റെ അപ്പനെയും അമ്മയെയും ഈ വ്യഭിചാരശാലയിലേക്ക് കൊണ്ടുവരണമേ അള്ളാഹുവേ എന്ന് അവൻ ശുപാർശ ചെയ്യും. അപ്പോൾ അള്ളാഹു ആ ശുപാർശ കൂടെ കേൾക്കും. അതുകൊണ്ടാണ് ഇവർ ഈ ഗാസയിലിരുന്ന് ഇവര് ഒക്ടോബർ 7 ഇവർ സെലിബ്രേറ്റ് ചെയ്തതിന്റെ കാരണം, ഇവരുടെ കുഞ്ഞുങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ഇവർ കുഞ്ഞുങ്ങളെ കുഴുതി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മാർട്ടിയറായി കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ വിടുമ്പോൾ ഇവരുടെ മനസ്സിലെ ആഗ്രഹം മുഴുവനും എന്തുവാ? ആഗ്രഹം മുഴുവനും അവരവിടെ പോയി കൊല്ലപ്പെടുമ്പോൾ ഞങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം കിട്ടുമല്ലോ. ഞാൻ ഇത് പറയാനല്ല വന്നത്. ഞാൻ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ, ഏതെങ്കിലും ഒരു ഈ സേവ് പാലസ്റ്റൈൻ അല്ലെങ്കിൽ ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്ന, അറിഞ്ഞോ അറിയാതെയോ ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ, ഓൾ ഐസ് ഓൺ റാഫ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിലെ സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾ എടുക്കുക, അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് നൈജീരിയയിൽ 54 പേര് ജൂൺ മാസം 1 കൊല്ലപ്പെട്ടപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? വേർ വേഴ്സ് യുവർ ഐസ്? അവരെന്താ മനുഷ്യരല്ലേ? അവർക്കെന്താ ശരീരമില്ലേ? അവർക്കെന്താ രക്തം ഒഴുകത്തില്ലയോ? അവർക്കെന്താ വേദന എടുക്കത്തില്ലയോ? ഇവർക്കും വേദന എടുക്കും. അവരും മരണപ്പെടുകയാണ്. ആരുടെ പേരിൽ? ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് റിറ്റാലിയേഷൻ ആണ്. അതും അവർ ചെയ്യുന്നത് വളരെ കൃത്യമായി നോക്കി, സിവിലിയൻ പോപ്പുലേഷൻ ഇല്ലാതിരിക്കുന്ന സ്ഥലത്താണ് അവർ ചെന്നിട്ട് പൊട്ടിക്കുന്നത്. എന്നാൽ ഇവന്മാർ കാണിക്കുന്ന വൃത്തികേടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ അറിഞ്ഞുകൊണ്ട് സിവിലിയൻ പോപ്പുലേഷന്റെ ഇടയ്ക്കാണ് ഇവർ ഈ മിസൈൽസ് എല്ലാം വെച്ചിരിക്കുന്നത്. സ്കൂളുകൾക്കകത്താണ് ഇവന്മാർ ഈ തീവ്രവാദികൾ ഇതിനകത്ത് ബോംബുകൾ വെച്ചിരിക്കുന്നത്. അപ്പൊ കൊളാറ്ററൽ ഡാമേജ് ആണ് ഇസ്രായേൽ ചെയ്യുമ്പോൾ പറ്റുന്നത്. പക്ഷെ ഇവന്മാർ ചെയ്യുന്നത് അങ്ങനെയല്ല. ഇവർ അറിഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ ടാർഗറ്റ് ചെയ്ത്, നൈജീരിയയിലൊക്കെ ആണെങ്കിൽ അറിഞ്ഞുകൊണ്ട് സ്കൂളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് അവിടെയുള്ള പെൺകുട്ടികളെ, അവിടെയുള്ള ആൺകുട്ടികളെ കൊലപ്പെടുത്തുകയാണ്. സ്പെഷ്യലി പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരെ ലൈംഗിക അടിമകളാക്കുക. യസീദി കുഞ്ഞുങ്ങളെ പറ്റി, യസീദി സ്ത്രീകളെ പറ്റി അവിടെ നടന്ന യസീദി കമ്മ്യൂണിറ്റിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ അനിൽ ബ്രദർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? യസീദികളെ പറ്റി ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ഞാൻ ഈ ക്ലബ് ഹൗസിൽ തന്നെ ഒരു യസീദി സിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. പുള്ളിക്കാരത്തി പറഞ്ഞത്, ഞാൻ ഒരു കാര്യവും ഇതിനകത്ത് എക്സാജറേറ്റ് ചെയ്യുന്നു പറയുന്നതല്ല. ഐ ഹാവ് സ്പോക്കൺ ഡയറക്ട്ലി ടു എ യസീദി സിസ്റ്റർ. പുള്ളിക്കാരത്തി പറഞ്ഞത്, ഈ തീവ്രവാദികൾ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവരാദ്യം എൻ്റെ അപ്പനെയും സഹോദരനെയും പിടിച്ചു കെട്ടി. എന്നിട്ട് എൻ്റെ അമ്മയോടും എന്നോടും ഈ കാര്യം നേരെ നോക്കാൻ പറഞ്ഞു. അവരാദ്യം എൻ്റെ സഹോദരനെ തലയ്ക്ക് വെടിവെച്ചു, എൻ്റെ അപ്പനെ അവർ തലയ്ക്ക് വെടിവെച്ചു.
എന്നോടും എൻ്റെ അമ്മയോടും നേരിട്ട് ഇവര് കൊല്ലപ്പെടുന്നത്, അപ്പനും സഹോദരനും കൊല്ലപ്പെടുന്നത് നോക്കാൻ, കണ്ണടയ്ക്കാൻ പറ്റത്തില്ല, നോക്കാൻ പറഞ്ഞു. കണ്ണടയ്ക്കാൻ അനുവാദമില്ല അവർക്ക്. അവര് കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. എന്നിട്ട് ആ പുള്ളിക്കാരത്തി ഒരു കാര്യം പറഞ്ഞത് ലൈവിൽ, ഇത് ക്ലബ് ഹൗസിൽ നടന്ന കാര്യമാണ്, ചുമ്മാ പറയല്ല. പുള്ളിക്കാരത്തി പറഞ്ഞത്, ആ ദിവസം അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ അമ്മ മരിച്ചു പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം ഇവന്മാർ എന്താണ് എന്നോട് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം. എൻ്റെ അമ്മ മരിച്ചു പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം പിന്നത്തേതിൽ എന്നെ പിടിച്ചുകൊണ്ട് പോയി എന്നെ 3 പ്രാവശ്യം വിറ്റെന്നാണ് പറയുന്നത്. 3 പ്രാവശ്യം മസ്ജിദുകൾക്ക് മുൻപിൽ ചെന്നിട്ട് ഫ്രൈഡേ ജുമാ നിസ്കാരത്തിന് ശേഷം അവര് എൻ്റെ കഴുത്തിൽ ഒരു പ്ലേ കാർഡ് കെട്ടും, എൻ്റെ പ്രൈസ് എഴുതും, എത്രയും വിലയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നോർമൽ മസ്ജിദുകളുടെ മുൻപിൽ മുസ്ലിങ്ങൾ വന്നിട്ട് എന്നെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും. എന്നെ ബലാത്സംഗം ചെയ്യും. ബലാത്സംഗം ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അവർ പിന്നെയും ഫ്രൈഡേ ആകുമ്പം പിന്നെയും അവർ ജുമാ നിസ്കാരത്തിന് ശേഷം ഇവരെന്നെ കൊണ്ടുപോയി നിർത്തും. വേറൊരു മുസ്ലിം എന്നെ വാങ്ങിച്ചുകൊണ്ട് പോകും. ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി 3 പ്രാവശ്യമായി. അതിലൊരു കുട്ടി ഉണ്ടായി, എനിക്ക് ഒരു കുഞ്ഞുണ്ടായി, പെൺകുട്ടിയാണ് ഉണ്ടായത്. ഈ പെൺകുട്ടി വളർന്ന് ഇച്ചിരി വലുതായപ്പോഴത്തേക്കിനും ഈ വാങ്ങിച്ചുകൊണ്ട് പോയവൻ ഈ പെൺകുട്ടിയുമായിട്ടും ശാരീരിക ബന്ധം പുലർത്തുക. കാരണം എന്തുവാ? സൂറ 4:24. ഞാനത് കേട്ടപ്പം ശരിക്കും കരഞ്ഞുപോയി. എനിക്ക് ആ സിസ്റ്ററിനോട് സംസാരിക്കാൻ കൂടുതലായിട്ടൊന്നും പറ്റില്ല. കാരണം എന്ത് ചോദിക്കാനാണ്? ആ പുള്ളിക്കാരത്തിയോട് എന്ത് ഞാൻ ചോദിക്കും? ആ പുള്ളിക്കാരത്തിയുടെ ടെസ്റ്റിമണിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ യസീദികളെ പറ്റി പറയാൻ ആരുമില്ല ഇവിടെ. മനസ്സിലായില്ലേ? ക്രിസ്ത്യാനികൾ, നൈജീരിയയിലെ ക്രിസ്ത്യാനികൾ, പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന ക്രിസ്ത്യാനികളെ പറ്റി ഒരു ഹാഷ്ടാഗും നിങ്ങൾ സോഷ്യൽ മീഡിയ, കേരളത്തിലുള്ള ഈ നപുംസകന്മാരായിട്ടുള്ള ഒരൊറ്റ ഒരുത്തൻ പോലും, ഒരു റിപ്പോർട്ടേഴ്സ് പോലും ഈ നൈജീരിയൻ ക്രിസ്ത്യൻസിനെ പറ്റിയോ അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ക്രിസ്ത്യാനികളെ പറ്റി പറയുവാൻ ആരും കാണത്തില്ല. കാരണം എന്തുവാ? കാരണം ഈ മീഡിയ ചാനൽസിനൊന്നും നൈജീരിയൻ ക്രിസ്ത്യൻസോ പാകിസ്ഥാനി അവർക്ക് പൈസ സപ്പോർട്ട്, അവർക്ക് ആഡുകൾ കൊടുക്കത്തില്ല, അവർക്ക് പൈസ കൊടുക്കത്തില്ല. പക്ഷേ ഓൾ ഐസ് ഓൺ റാഫ എന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല മക്കളെ. ദൈവത്തിന്റെ കണ്ണ് വളരെ കൃത്യമായി ഇസ്രായേലിന്മേലുണ്ട് എന്നുള്ള കാര്യം ഷിജുമോൻ ബ്രദറും അനിൽ ബ്രദറും വളരെ കൃത്യമായി വചനത്തിലൂടെ, ബൈബിളിലൂടെ അത് വെളിപ്പെടുത്തി. ഇനി നിങ്ങൾക്കൊക്കെ മോങ്ങാനല്ലാതെ, ഏതാ മമ്മൂഞ്ഞ് ചത്ത് മലന്നപ്പോൾ അതിന് മുൻപേ അയ്യോ ഐഷ എൻ്റെ ജീവനാടി മുറിഞ്ഞു പോകുന്നേ എന്ന് പറഞ്ഞ് ചത്ത് മലന്നപ്പോൾ കരഞ്ഞതുപോലെ നിങ്ങൾക്ക് മോങ്ങാനല്ലാതെ വേറെ ഒരു രക്ഷയില്ല. എൻ്റെ പ്രിയ ജിഹാദി കുഞ്ഞുങ്ങളെ, നിങ്ങൾ കരയുക. ഞങ്ങൾ ഈ വിഷയം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ നിർത്തത്തില്ല. സഹോദരന്മാര്, പാകിസ്ഥാനിലുള്ള സഹോദരന്മാര് അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ ഫാമിലീസിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ അത് വി ആർ ലിസണിങ് ടു ഇറ്റ് ഇൻ ദ ഫസ്റ്റ് ഹാൻഡ് ടെസ്റ്റിമണി. മനസ്സിലായി? നേരിട്ട് അവർ പറയുമ്പോൾ കേൾക്കുന്നതാണ്, അല്ലാതെ അവർ മറ്റുള്ളവർ പറഞ്ഞിട്ട് കേട്ടതല്ല. അവരുടെ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യം അവർ നേരിട്ട് ഞങ്ങളോട് പറയുകയാണ്. അവരുടെ ഫാമിലീസിൽ അവരുടെ ചാച്ചാക്കി ബേട്ടി को उठा के ले जा रहे हैं. ഇതാണ് അവർ പറയുന്നത്. हमारी चाचा की बेटी को उठा के ले गए. क्या उम्र थी? 12 साल 13 साल. എത്ര വയസ്സുണ്ടായിരുന്നു? 12, 13, 14 വയസ്സുള്ള പെൺകുട്ടികളെ എടുത്തുകൊണ്ട് പോയിട്ട് നിക്കാഹ് കഴിപ്പിച്ച്, ഒരു 30, 35, 40 വയസ്സുകാരനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചിട്ട് ഈ കുടുംബക്കാര് ചെന്നിട്ട് കേസ് വാദിക്കാൻ പോകുമ്പോൾ ജഡ്ജി പറയുന്നത് എന്താണെന്നറിയാമോ? അവര് ഭാര്യയും ഭർത്താക്കന്മാരും അല്ലേ, അവർക്ക് എന്തുവാ, ആ പെൺകുട്ടി അംഗീകരിച്ചിട്ടല്ലേ, അതിന്റെ ലീഗൽ ഡോക്യുമെന്റ്സ് ഞങ്ങളുടെ മുൻപിലുണ്ടല്ലോ, നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇതാണ് നിയമം അവിടുത്തെ. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇതിനെപ്പറ്റി പറയുക, ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ മേളിലിട്ടിരിക്കുന്ന ലിങ്ക്, എല്ലാ ക്രിസ്തീയ സഹോദരന്മാരും ഈ മേളിലിട്ടിരിക്കുന്ന ലിങ്ക് നിങ്ങളുടെ ഫേവറേറ്റ്സിനകത്ത്, നിങ്ങളുടെ ഗൂഗിൾ ക്രോമിനാണെങ്കിലും നിങ്ങളുടെ ഡോക്യുമെന്റ്സിലാണെങ്കിലും നിങ്ങൾ ഇതൊന്ന് സേവ് ചെയ്ത് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ക്രിസ്തീയ സഹോദരന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ലോകത്തിലെമ്പാടും ജിഹാദിന്റെ പേരിൽ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ എണ്ണിക്കുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് 30 days നടന്ന കാര്യം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് നിങ്ങളൊന്ന് നോക്കുക, മേളിൽ നിന്ന് താഴോട്ട് നോക്കുക, ഈ സ്ഥലങ്ങളെ പറ്റി, ഈ ആൾക്കാരെ പറ്റി. ഇത് വെറും നമ്പേഴ്സ് അല്ല കേട്ടോ. ഈ 10/160 അല്ലെങ്കിൽ 20/1 അല്ലെങ്കിൽ 10/6 അല്ലെങ്കിൽ 31/40, ഇത് വെറും നമ്പേഴ്സ് അല്ല. കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ദേ ആർ ഹ്യൂമൻ ബീങ്സ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അനി ബ്രദറെ, താങ്ക് യു. താങ്ക് യു നസ്രൻ ബ്രദറെ. വളരെ ഞാനൊരു കാര്യം പറയാൻ വന്നതാ. ഈ നസ്രായൻ ബ്രദർ ഇപ്പോൾ പറഞ്ഞ യസീദി പെൺകുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ യസീദി സ്ത്രീകളുടെ കാര്യം, ഇത് 17-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലോ ഒന്നും സംഭവിച്ച കാര്യമല്ല. നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക സമൂഹത്തിൽ ഒരുത്തന്റെ തലക്കകത്ത് ഇസ്ലാമിന്റെ പ്രമാണം 100% സത്യമാണെന്ന് വിശ്വസിച്ചാൽ അങ്ങനെയുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. അവരെ കൊണ്ടേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റാരെ കൊണ്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. മുഹമ്മദ് കാണിച്ചു കൊടുത്ത മാതൃകയും ഇവരുടെ പുസ്തകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആയത്തുകളും അത് വിശ്വസിക്കുകയും അത് പ്രായോഗികമാക്കുവാൻ ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്യുന്ന ഒരു മുസൽമാന് തനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും സാവകാശവും മെജോറിറ്റിയുമുള്ള ഒരു ഭൂപ്രദേശത്ത് ഇസ്ലാം വളരെ നോർമലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു അബ്നോർമാലിറ്റി അല്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറ്റവും നോർമലായി അവർ ചെയ്യുന്ന കാര്യമാണത്. ഇത് 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിലോ അല്ല. അന്നൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് അത്രയും കാലം മുമ്പല്ലേ എന്നാ. ഇന്നും അത് സംഭവിക്കുന്നു, ഇനിയും ഭാവിയിലും ഇത് സംഭവിക്കാം. ഇസ്ലാമിന്റെ പ്രമാണത്തെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് പ്രായോഗികമാക്കുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് അത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? നമ്മൾ പെണ്ണ് കെട്ടി നമ്മുടെ ഭാര്യയോടുകൂടെ ബെഡ്റൂമിൽ രമിക്കുന്നത് പോലെ നോർമലാണ് മറ്റൊരുത്തന്റെ ഭാര്യയെയോ മകളെയോ ജിഹാദിന്റെ സമയത്ത് പിടിക്കുകയും ആ പുരുഷന്മാരെ കൊല്ലുകയും ആ സ്ത്രീകളോടുകൂടെ അപ്പോഴോ എപ്പോഴോ ശയിച്ചാലും, അത് ബലപ്രയോഗത്തിലോ ശയിച്ചാലും, അത് മുഹമ്മദിന്റെ മാതൃകയും വളരെ നോർമൽ ആയിട്ടുള്ള പ്രൊസീജിയറുമാണ്. അതിൽ അവർക്ക് യാതൊരു മനസാക്ഷിക്കുത്തും ഉണ്ടാകില്ല. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഈ ഇന്ത്യ പോലെയുള്ള ഒരു മതേതര ജനാധിപത്യ രാജ്യത്തും നാളെ ഒരു ജിഹാദ് പൊട്ടിപ്പുറപ്പെട്ടാൽ, ഇന്നലകളിലെ എക്സാമ്പിൾസ് ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഒരു ജിഹാദ് പൊട്ടിപ്പുറപ്പെട്ടാൽ നമ്മുടെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും നമ്മളെ എന്നും കാണുന്ന ഒരു മുസ്ലിം പ്രമാണത്തിൽ ഇതാണെന്ന് മനസ്സിലാക്കിയ ഒരുവൻ ഇത് നമ്മളോടും ചെയ്തു കൂടുന്നില്ല. കാരണം അത് അവനെ സംബന്ധിച്ച് വളരെ നോർമലാ. അതിലൊരു അബ്നോർമാലിറ്റി ഇല്ല. അവന് മനസാക്ഷിക്ക് കുത്തുകൊള്ളേണ്ട ഒരു കാര്യവും ഇല്ലത്. ആ റിയാലിറ്റി നമ്മൾ അറിയണം. നസ്രായൻ അത് പറഞ്ഞപ്പോ എന്റെ മനസ്സിലൂടെ കടന്നുപോയി ഇതാണ്. അത്ര റിയലിസ്റ്റിക് ആണ് ഇസ്ലാമിന്റെ പ്രമാണം. ശരീഅത്തിന്റെ ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അതിന്റെ പ്രാക്ടിക്കൽ ലെവലിൽ. മനസ്സിലായോ? എന്റെ കേൾവിക്കാർക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക് യു. ഷിജിമോൻ ബ്രദർ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം അത് പുസ്തകത്തിനകത്ത് അവർക്ക് അതിന് നിയമമുണ്ട്. ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ കയറുകയാ, അവരെ പിടിച്ചടക്കുക, അവൻ്റെ കുടുംബത്തെ പിടിച്ചടക്കുക. മുഹമ്മദിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സഹാബികൾ ഈ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചില്ല. അല്ലെങ്കിൽ ബലാത്സംഗം, ബലാത്സംഗമാണ് നടക്കുന്നത്. ബലാത്സംഗം ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഡിയൻസിലുള്ള സഹോദരന്മാരെ നിങ്ങൾക്ക് റെഫറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. സുനൻ അബൂ ദാവൂദ് 2155 2155. ആരെങ്കിലും ഒന്ന് എഴുതിയൊന്ന് താഴോട്ടൊന്ന് ഇടുകയാണെങ്കിൽ അത് അവിടെ കിടക്കും. സുനൻ അബൂ ദാവൂദ് 2155. അബൂ സയ്യിദ് അൽ ഖുദ്രിയിൽ നിന്നാണ് നിവേദനം. ദി അപ്പോസ്റ്റൽ ഓഫ് അല്ലാഹ് സെന്റ് എ മിലിറ്ററി എക്സ്പെഡിഷൻ ടു അവതാസിലേക്ക് മുഹമ്മദ്, ഈ വൃത്തികെട്ട മ്ലേച്ഛനായ കള്ളപ്രവാചകൻ, ഒരു കൂട്ടം സംഘം ആൾക്കാരെ അങ്ങോട്ട് കൊള്ളയ്ക്ക് വേണ്ടി വിടുക അവതാസിലേക്ക്. ഓൺ ദ ബാറ്റിൽ ഓഫ് ഹുനൈന്റെ യുദ്ധത്തിൽ ദേ മെറ്റ് ദെയർ എനിമീസ് ആൻഡ് ഫോട്ട് വിത്ത് ദം. അവരുടെ ശത്രുക്കളെ ഇവര് കണ്ടിട്ട് അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ദേ ഡിഫീറ്റഡ് ദം ആൻഡ് ടുക്ക് ദം ക്യാപ്റ്റീവ്സ്. അവരെ തോൽപ്പിച്ചിട്ട് അവരെ ബന്ദികളായി എടുക്കുന്നു.
They defeated them and took them captive. Some of the companions of Allah's apostle were reluctant to have intercourse with the female captives in the presence of their husbands who were unbelievers. ചില കമ്പാനിയൻസിന്, മുഹമ്മദിന്റെ കൂട്ടത്തിലുള്ള സഹാബമാർക്ക്, അവർക്ക് ഇച്ചിരി മനുഷ്യത്വം ഏകാണ്ട് ഉണ്ടായിരുന്നു. കാരണം അവര് ഈ സ്ത്രീകളുമായി, പിടിക്കപ്പെട്ട സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുവാൻ അവരാഗ്രഹിച്ചില്ല. കാരണം അവരുടെ ഭർത്താക്കന്മാർ അവിടെ തന്നെയുണ്ട്. അപ്പോഴെന്താണ് പറ്റുന്നത്? സോ അല്ലാഹ് ദി എക്സോൾട്ടഡ് സെൻഡ് ഡൗൺ ദ ഖുറാനിക് വേഴ്സ്. അപ്പോഴത്തേക്കിനും മുഹമ്മദിന് അള്ളാഹുവിന്റെ വഹി കിട്ടുന്നു, ഖുറാന്റെ ആയത്ത് കിട്ടുന്നു. എന്ത്? ഓൾ മാരീഡ് വുമൻ ആർ ഫോർബിഡൻ അൺ ടു യു എക്സെപ്റ്റ് ദോസ് ക്യാപ്റ്റീവ്സ് ഹൂം യുവർ റൈറ്റ് ഹാൻഡ് പൊസസ്. എല്ലാ വിവാഹ ബന്ധത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നിക്കാഹ് ബന്ധത്തിലിരിക്കുന്ന എല്ലാ സ്ത്രീകളും നിനക്ക് വിലക്കപ്പെട്ടതാണ്, പക്ഷേ നിന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ ഒഴികെ. ഖുറാൻ 4:24. ഈ 4:24 മര്യാദയ്ക്ക് മനസ്സിലാക്കിയ ഒരു മുസൽമാനാണെങ്കിൽ നാളെ ഇത് കേരളത്തിൽ സംഭവിച്ചാൽ ഇത് തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. അവൻ മുഹമ്മദിയനാണോ, അവന് ഖുറാൻ അറിയാമോ, അവന് ഹദീസുകൾ അറിയാമെങ്കിൽ അവൻ ഇത് തന്നെ ചെയ്യും. ഇത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇത് നടന്നതാണ്, പാകിസ്ഥാനിൽ ഇത് നടക്കുന്നതാണ്. എനിക്കറിയാവുന്ന സഹോദരന്മാർ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് പാകിസ്ഥാനിൽ നടക്കുന്നതാണ്, ഇത് നൈജീരിയയിൽ നടക്കുന്നതാണ്. എന്ത് പറ്റി? ഈ ഖുറാന്റെ ആയത്ത് വന്നപ്പോൾ all married women are forbidden unto you except those whom your right hand possess. നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ, അവർ നിക്കാഹ് അവർ കാഫറുകളുമായിട്ട് അവർ വിവാഹ ബന്ധത്തിൽ ഇരുന്നാലും ഇരുന്നില്ലേലും നിങ്ങൾക്ക് അവരെ ബലാത്സംഗം ചെയ്യാം. കാരണം ഭർത്താവ് ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീയും വേറെ പുരുഷന്റെ കൂട്ടത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടത്തില്ലല്ലോ, അറിഞ്ഞുകൊണ്ട് ഏർപ്പെടത്തില്ല. സ്പെഷ്യലി വീട്ടിനകത്ത് കയറി വന്നിട്ട് ഭർത്താവിനെയും അപ്പനെയും സഹോദരന്മാരെയും എല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, this is to say that they are lawful for them when they complete their waiting period. എന്ന് പറഞ്ഞാൽ അവര് നിനക്ക് ഹലാലാണ് അവരവരുടെ ഇദ്ദാകാലം, വെയിറ്റിംഗ് പീരീഡ് തീർത്തതിന് ശേഷം. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസത്തെ അവധിയാണ്. 3 മാസത്തെ അവധി തീർത്തതിന് ശേഷം. പക്ഷെ മുഹമ്മദിന് വെയിറ്റിംഗ് പീരീഡും ഇല്ലായിരുന്നു. സഫിയ ബിൻ ഹുനൈനെ മുഹമ്മദ് പിടിച്ചോണ്ട് വരുമ്പോൾ ആ സ്ത്രീയെ ബദർ തൊട്ട്, അല്ലെങ്കിൽ ഈ ബദറിന്റെ ആ ഭാഗം തൊട്ട് മദീന വരെയുള്ള ഭാഗം വരെ, ഖൈബർ തൊട്ട് മദീന വരെയുള്ള ഭാഗം വരെ 3 രാത്രി മുഹമ്മദ് ബലാത്സംഗം ചെയ്തു. പറഞ്ഞു മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെയാണ് മഷ്കാത്ത് അൽ മസബി 3186 ഈ സെയിം പരിപാടി ഉണ്ട്. എന്താണ്? അബൂ സയ്യിദ് അൽ ഖുദ്രിയിൽ നിന്ന് നിവേദനം, വി വെന്റ് ഔട്ട് വിത്ത് അല്ലാഹ്സ് മെസ്സഞ്ചർ ഓൺ ദി എക്സ്പെഡിഷൻ ടു ബനി അൽ മുസ്തലിക്കിനെ കൊള്ളയിടാൻ വേണ്ടി ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ പോയി. ആൻഡ് ടുക്ക് സം അറബ് വുമൻ ക്യാപ്റ്റീവ്സ്. അറബികളായിട്ടുള്ള സ്ത്രീകളെ ഞങ്ങൾ ബന്ദികളാക്കി. വി ഡിസൈർഡ് ദ വുമൻസ്. ഈ സ്ത്രീകളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ഫോർ വി വെർ സഫറിങ് ഫ്രം ദി ആബ്സെൻസ് ഓഫ് അവർ വൈഫ്സ്. ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നത് കൊണ്ട് ഞങ്ങൾ ഇവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിച്ചു. വി ലൈക്ഡ് വിത്ഡ്രോയിങ് ദ പെനിസ് ആൻഡ് വാണ്ടഡ് ടു ഡു സോ. ഞങ്ങള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഈ ശുക്ലം വെളിയിലിടണോ അകത്തിടണോ എന്നുള്ളതാണ് ഇവന്മാരുടെ ചോദ്യം മുഴുവനും. അപ്പൊ എന്താ പറ്റിയേ? But we also asked ourselves whether we could do it when Allah's messenger was among us before asking him. ഇനിയും ഈ സാധനം വെളിയിലെടുത്തിടണോ അകത്തിടണോ എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കാതെ ഞങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിച്ചില്ല. സോ വി ആസ്ക്ഡ് ഹിം അബൌട്ട് ദാറ്റ് ആൻഡ് ഹി റിപ്ലൈഡ്. മുഹമ്മദിനോട് ഇവർ ഈ കാര്യം, സഹാബിമാർ ഈ കാര്യം ചോദിക്കുന്നു. ബേസിക്കലി ഇവർ ഈ ബലാത്സംഗം ചെയ്തതിനു ശേഷം കുഞ്ഞിനെ ഉണ്ടാക്കണോ വേണ്ടയോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം മുഴുവനും. മുഹമ്മദ് എന്താണ് ഉത്തരം പറയുന്നതെന്ന് അറിയാമോ? ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഇഫ് യു ഡു ഇറ്റ് or don't do it. നിങ്ങൾ ചെയ്താലും വെളിയിലിട്ടാലും അകത്തിട്ടാലും ഒരു പ്രശ്നവും ഇല്ല. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. ഫോർ എവറി സോൾ ദാറ്റ് ഈസ് ടു ബി ബോൺ അപ് ടു ദ ഡേ ഓഫ് റിസറക്ഷൻ വിൽ ബി ബോൺ. എന്ന് പറഞ്ഞാൽ ജനിക്കാൻ എത്രയും ആൾക്കാർ, ഇനിയും അന്ത്യനാൾ വരെ ജനിക്കാനുള്ള എത്ര ആൾക്കാർ ജനിക്കണമോ അത്രയും ആൾ ജനിക്കുക തന്നെ ചെയ്യും. ബേസിക്കലി ഈ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുവാൻ മുഹമ്മദ് അനുവാദം കൊടുത്തു. അതുകൊണ്ടാണ് ഈ യസീദി പെൺകുട്ടികളെ ഇവർ പിടിച്ചുകൊണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നൈജീരിയൻ പെൺകുട്ടികളെ ഇവർ പിടിച്ചുകൊണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഈ 14ഉം 12ഉം വയസ്സുള്ള പെൺകുട്ടികളെ ഇവർ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവർ അസൽ ഒന്നും ചെയ്യുന്നില്ല. ഇതിനെ അസൽ എന്നാണ് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ ശുക്ലം വെളിയിലിടുക. അസൽ ഒന്നും ചെയ്യുന്നില്ല. ഈ പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക. ഇത് ഇന്നും നടക്കുന്നതാണ്. ഇത് 6-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല നടക്കുന്നത്. അതൊന്നും ഞാൻ